നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് വൈക്കിങ്സ് എന്ന് പറയുന്നൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ളൊരു വെബ് സീരീസാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് സീസൺ 2 അവസാനത്തെ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ റാഗ്നർ, കിങ് ഹോറിക്, ലഗാത്ത ഇവരെല്ലാവരും വെക്സസിൽ പോയി കിങ് ഹോറിക്കായിട്ട് സമാധാനം സംസാരിച്ചിട്ട് കാത്തഘട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ അവരുടെ കൂടെ തന്നെ ആത്ലസ്റ്റിനും വന്നിരിക്കുകയാണ്. റോളോയ്ക്കാണെങ്കിൽ അവിടെ നടന്ന ആ യുദ്ധത്തിൽ നന്നായിട്ട് പരുക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഒട്ടും കിങ് ഹോറിക്കിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. റാഗ്നറിൻ്റെ മേലെ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്ലോക്കിയോട് പോയിട്ട് ഇങ്ങനെ പറയും, ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറയും. ഇവിടെ വെച്ച് കഴിഞ്ഞ എപ്പിസോഡും കഴിയുന്നു. ഇനി അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 2 എപ്പിസോഡ് 10 ദ ലോർഡ്സ് പ്രയർ. തുടക്കത്തിൽ തന്നെ ഫ്ലോക്കിയുടെ ഭാര്യ ഹെൽഗ ഗർഭിണിയായിരുന്നല്ലോ. ഇപ്പോൾ അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിനെ ഇങ്ങനെ ഹെൽഗ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഫ്ലോക്കി ഇങ്ങനെ കാണിക്കും. ആദ്യമായിട്ട് ഫ്ലോക്കിക്ക് ഇപ്പോൾ നന്നായിട്ട് സന്തോഷം വരും. തൻ്റെ മോളെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷിക്കും. എന്നിട്ട് അപ്പം തന്നെ മോളെ ഇങ്ങനെ ഹെൽഗയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, ഹെൽഗ ഇപ്പോൾ തന്നെ നമ്മുടെ മോളെയും കൂട്ടിയിട്ട് നീ കാത്തകെട്ട് വിട്ട് വീട്ടിൽ പൊയ്ക്കോ എന്ന് പറയും. ഇത് കേൾക്കുന്ന ഹെൽഗയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഫ്ലോക്കി എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഫ്ലോക്കിക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് കാരണമെന്ന്. കിങ് ഹോറിക്ക് എന്തൊരു വലിയൊരു കാര്യം ഫ്ലോക്കിൻ്റെ അടുത്ത് പറയാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ എന്തൊരു വലിയൊരു സംഭവം നടക്കാൻ പോവാണ്. ഇപ്പോൾ കാത്തഘട്ടിലേക്ക് ഒരു കപ്പൽ വരും. ആ കപ്പലിൽ കിങ് ഹോറിക്കിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികൾ, അങ്ങനെ എല്ലാവരും ഉണ്ട്. കിങ് ഹോറിക്കിൻ്റെ കുടുംബം തന്നെയുണ്ട്. കിങ് ഹോറിക്ക് എല്ലാവരും ഇങ്ങനെ റാഗ്നറിനോട് ഇങ്ങനെ പരിചയപ്പെടുത്തും. റാഗ്നർ, നിങ്ങളുമായുള്ള എൻ്റെ കരാർ നമ്മുടെ രാജ്യത്തിനും ജനങ്ങൾക്കും അറിയാം. അവരുടെ ഭാവി മികച്ചതായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ തുല്യനായി കാണുന്നു. എനിക്കൊപ്പം തന്നെ നമ്മൾ രണ്ടുപേരും ചേർന്ന്, പിന്നെ ഇൻസ്റ്റൻറ്റും. ഈ ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ലഗാത്തയാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പൊന്നു വിളയുന്ന മണ്ണ് നമുക്കായി കണ്ടെത്തി വെക്സിസിൽ. അത് നമുക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മളെല്ലാവരും ചേർന്ന് ഇനിയും പിടിച്ചെടുക്കാനും ഈ ലോകത്തിലെ പല ഭാഗങ്ങളും ഇനിയും കണ്ടെത്താനായിട്ട് ഒരുപാടുണ്ട്. അതെല്ലാം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഹാളിൽ നിന്ന് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിങ് ഹോറിക്കിൻ്റെ ഭാര്യ, നിങ്ങളാണോ പ്രശസ്തമായ ഷീൽഡ് മിറ്റ് ലഗാത്ത എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ഫ്ലോക്കി പോയി കിങ് ഹോറിക്കിനോട് ചോദിക്കും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഫ്ലോക്കി. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, എനിക്ക് അത്രയ്ക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിങ് ഹോറിക്ക് അങ്ങനെ അവിടെ നിന്ന് പോകും. ഇതെല്ലാം റാഗ്നറും ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എവിടെ ബിയാൻ പൂറോണിനോട്, നീ ഇപ്പോൾ സ്വതന്ത്രയാണ്, ആദ്യം നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ തിരഞ്ഞെടുക്കാൻ പോവാണ്. ഞാൻ അടിമയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ അടിമയായിരുന്നപ്പോൾ എന്നെ അടിമയല്ലാതെ കണ്ട ആദ്യത്തെ മനുഷ്യൻ നീയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആലോചിക്കണം. അപ്പോൾ ബിയാൻ ദേഷ്യത്തിൽ, ഇവിടെ നീ മാത്രമല്ല പെണ്ണായിട്ടുള്ളത്, അതാണ് നീ മനസ്സിലാക്കേണ്ടത്, അതാണ് നീ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് എന്ന് പറഞ്ഞിട്ട് പൂറോൺ അങ്ങനെ പോകും. ഇപ്പോൾ കിങ് ഹോറിക്കിൻ്റെ അടുത്ത് വന്ന് സിഗി, നിങ്ങളുടെ അടുത്ത പദ്ധതി എന്താണെന്ന് എന്നോട് പറയുമോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ കിങ് ഹോറിക്ക്, എൻ്റെ ഭാര്യയും കുട്ടികളും എവിടെയുണ്ട്, അത് മാത്രം നീ പറഞ്ഞാൽ മതി, പൊയ്ക്കോ എന്ന് പറയും. ഇപ്പോൾ ഫ്ലോക്കി നന്നായിട്ട് കുടിച്ചിട്ട് ആത്ലിസ്റ്റിൻ്റെ അടുത്ത് പോകും. ആത്ലിസ്റ്റിനെ കാണുന്നത് തന്നെ ഫ്ലോക്കിക്ക് ഇഷ്ടമല്ല. ഫ്ലോക്കി ഇങ്ങനെ അടുത്ത് പോയിട്ട്, നീ എന്തിനാണ് തിരിച്ച് വന്നത് പ്രീസ്റ്റ്? നീ ഞങ്ങളുടെ ദൈവങ്ങളെ വേണ്ടെന്ന് വെച്ചു. അത് മാത്രമല്ലാതെ നീ ഞങ്ങളെ ചതിക്കുകയും ചെയ്തു. റോളോയുടെ ഈ അവസ്ഥയ്ക്ക് നീ മാത്രമാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഇപ്പം ആത്ലിസ്റ്റിൻ്റെ കണ്ണിൽ അവിടെ ജീസസ് ഉള്ളതുപോലെ തോന്നും. ഇപ്പോൾ ഫ്ലോക്കി അവിടെ ഇരുന്ന് നന്നായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പിന്നെയും കിങ് ഹോറിക്ക് അടുത്ത് വരും. ഫ്ലോക്കിയുടെ അടുത്ത് വന്നിട്ട് പറയും, എന്നോട് ക്ഷമിക്കണം ഫ്ലോക്കി, ഞാൻ നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ എൻ്റെ പക്ഷമാണ് ഉള്ളതുപോലെ നീ ഇവിടെ എന്തെങ്കിലുമൊക്കെ തെളിയിക്കണം എന്ന് പറയും. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, ഇവിടെ ഉള്ളതിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ഒരാളെ നീ കൊല്ലണം എന്ന് പറയും. ഇത് കേട്ട് ഫ്ലോക്കി ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കും. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പ്രിൻസസ് ആസ്ലോഗിനെ ഇങ്ങനെ നോക്കും. ഇപ്പോൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ആസ്ലോഗ് ഇങ്ങനെ കുഞ്ഞിനെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ലഗാത്ത വന്ന്, നിങ്ങളുടെ കുഞ്ഞ് ഐവയ്ക്ക് എങ്ങനെയുണ്ട് ചോദിക്കും. അപ്പം ആസ്ലോഗ്, അപ്പം എല്ലാം അറിയാമല്ലേ? എല്ലാം അറിയാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കും. പിന്നെ അതിനുശേഷം റാഗ്നർ, ട്രോസ്റ്റൻ, ബിയാൻ, ഫ്ലോക്കി, ആത്ലിസ്റ്റൻ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കോയിൻ കൊണ്ട് ടോസ് ഇട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ദൂരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിങ് ഹോറിക്ക്. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞ് ഫ്ലോക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വാളും എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കിങ് ഹോറിക്ക് അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, നീ തീരുമാനിച്ചോ? അതെ, തീരുമാനിച്ചു. എനിക്കറിയാം ആരെയാണ് കൊല്ലേണ്ടത് എന്ന് പറയും. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ഫ്ലോക്കി ഒറ്റയ്ക്ക് കാട്ടിനുള്ളിൽ പോകും. കാട്ടിനുള്ളിൽ പോയതും അവിടെ കുറേ കൂനുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് കൂനുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറിക്കും. ഇവിടെ റാഗ്നർ, ബിയാൻ, ലഗാത്ത, ആത്ലിസ്റ്റൻ, കിങ് ഹോറിക്, എർലാൻഡർ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ബിയാൻ പറയും,
അടുത്ത വേനൽക്കാലത്ത് നമ്മൾ തിരിച്ച് വെക്സസിൽ പോയി കിങ് എഗ്ബത്ത് തരാമെന്ന് പറഞ്ഞിരുന്ന ഭൂമിയുടെ അവകാശം വാങ്ങി കൃഷി നടത്താൻ താല്പര്യമുള്ള ആഗ്രഹമുള്ളവർക്ക് ആ മണ്ണ് നമ്മൾ വീതിച്ച് നൽകണം. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയും. അപ്പ കിങ് ഹോറിക്ക് അപ്പം കൃഷി നടത്താൻ താല്പര്യമില്ലാത്തവർക്കോ? അവർക്ക് എന്തായാലും കിങ് എഗ്ബത്തും പ്രിൻസസ് കുന്തനത്തിനും വേണ്ടി മേഴ്സിക്കും വേണ്ടിയുള്ള യുദ്ധത്തിൽ ഇറങ്ങണം. ഉറപ്പായിട്ടും അതിനുള്ള പ്രതിഫലം അവർക്ക് അദ്ദേഹം നൽകും. അപ്പ കിങ് എഗ്ബത്ത് പക്ഷേ എനിക്കതിലൊന്നും അങ്ങനെ വലുതായിട്ട് താല്പര്യമില്ല. ഞാൻ റാഗ്നറിനെ പോലൊന്നുമല്ല. എനിക്ക് പ്രതികാരം ചെയ്യണം. ഇപ്പോഴും എനിക്ക് അയാളെ വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ റാഗ്നറാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടില്ല. ഫ്ലോക്കി ആ കാട്ടിൽ നിന്ന് കൂന് പറിച്ചിട്ട് നേരെ റോളോ ഉള്ള സ്ഥലത്തേക്ക് പോകും. അവിടെ റോളോയിനെ ഇങ്ങനെ സിഗിയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയും പകലും ഇങ്ങനെ ഉറക്കമില്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലോക്കി ഇങ്ങനെ സിഗിയുടെ അടുത്ത് പോയിട്ട് പറയും, നീയാണല്ലോ റോളോയിനെ രാത്രിയും പകലും ഉറക്കമില്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നീ പോയി ഉറങ്ങിക്കോ, ഞാൻ റോളോയിനെ നോക്കാമെന്ന് പറഞ്ഞ് നോക്കും. എന്നിട്ട് റോളോയുടെ അടുത്ത് പോയിട്ട്, നീ ഇത് കണ്ടോ, നിനക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കൂനിങ്ങനെ കാണിക്കും. ഇത് ദൈവത്തിൻ്റെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് റോളോയുടെ വായിൽ ആ കൂനിട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ അടയ്ക്കും. എന്നിട്ട് എന്തോ മന്ത്രം പോലെയൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലും. അതേ ദിവസം രാത്രിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലോക്കിയോ അവിടെയുണ്ട്. ഫ്ലോക്കി ഇപ്പോൾ അവിടെയുള്ള റാഗ്നറിൻ്റെ മോൻ ഓബേയുടെ അടുത്ത് ഒരു കൂന് കൊടുത്തിട്ട് പറയും, ഈ സമ്മാനം കൊണ്ടുപോയി ട്രോസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കുക, അവൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫ്ലോക്കി തന്നതാണെന്ന് പറ. പിന്നൊരു കാര്യം കൂടെ, ഇത് ഞാൻ തന്നതാണെന്ന് നിനക്ക് വേറെ ആരോടും നീ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കും എന്ന് പറഞ്ഞ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രേതകഥ പറഞ്ഞ് ഇങ്ങനെ ആ ഊബേനെ പേടിപ്പിക്കും. ഊബയെ ആ കൂൺ എടുത്തുകൊണ്ട് പോയി ട്രോസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കും. ട്രോസ്റ്റിന് അപ്പം തന്നെ അത് കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞു ട്രോസ്റ്റിന് അങ്ങനെ ചോര ഛർദ്ദിച്ച് അങ്ങനെയും മരിക്കും. ഇത് കാണുന്ന ഫ്ലോക്കിയാണെങ്കിൽ ഒരേ അഭിനയം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ട്രോസ്റ്റിന് മരിക്കാൻ കാരണം ആരാണോ അവരെല്ലാവരും സർവ്വ ദൈവങ്ങളുടെ മുന്നിൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഞാൻ അവനെ കണ്ടുപിടിച്ച് അവൻ്റെ തൂലിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ട്രോസ്റ്റിനെ കൊന്നത് ഫ്ലോക്കിയാണ്. എന്നിട്ട് എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിനുശേഷം ഫ്ലോക്കി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിങ് ഹോറിക്ക് വന്ന് പറയും, ഇത് നീ നല്ല ഭംഗിയായിട്ട് ചെയ്തു, ഇപ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഫ്ലോക്കി, ഇനി എന്താണ് നിങ്ങളുടെ പദ്ധതി എന്ന് പറഞ്ഞ് ചോദിക്കും. എനിക്ക് എല്ലാവരെയും കൊല്ലണം. റാഗ്നറിനെയും ചേർത്തിയാണോ? അതെ, ഉറപ്പായും റാഗ്നർ, ലഗാത്ത, ആസ്ലോഗ് അങ്ങനെ എല്ലാവരെയും കൊല്ലണം. അവൻ്റെ കുടുംബം മുഴുവനായിട്ട് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം, ഇല്ലാതാക്കണമെന്ന് പറയും. അപ്പോൾ ബിയാൺ എന്ത് ചെയ്യും? അത് ശരിയാണ്, ബിയാൺ ഐൻസൈഡാണ്. അവനെ കൊല്ലുന്നത് പാടാണ്. ദൈവങ്ങളുടെ പിന്തുണ അവനുണ്ട്. അവനെ കൊല്ലാൻ നീ ഒരു വഴി കണ്ടേ പറ്റൂ. ഇത് നിന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ യാതൊരു സംശയമില്ല. അവനെ കൊല്ലാൻ നീ എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ബിയാണിനെ കൊല്ലാനായിട്ട് ഫ്ലോക്കിയോട് പറയും. നാളെ തന്നെ വേണം എന്ന് പറയും. അതേ ദിവസം രാത്രിയിൽ നന്നായിട്ട് ഇങ്ങനെ ഇടിപൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം ലഗാത്ത് ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ ആസ്ലോഗ് ഇങ്ങനെ പിന്നിലൂടെ ഇങ്ങനെ വന്നിട്ട് പറയും, ദൈവങ്ങൾ വരുന്നുണ്ട് എന്ന് പറയും. അപ്പം ലഗാത്തയും എനിക്കറിയാമെന്ന് പറയും. അതിനുശേഷം റാഗ്നർ, ലഗാത്ത, ആസ്ലോഗ് ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങും. പക്ഷെ അവിടെയുള്ള റോളോയാണെങ്കിൽ മയക്കത്തിൽ നിന്ന് മെല്ലെ എണീറ്റ് ഇങ്ങനെ വടിയും കുത്തി ഇങ്ങനെ നടക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാനായിട്ട് നോക്കും. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാലൊടിഞ്ഞിരിക്കുകയാണ്. ആ പരിക്കുകളൊന്നും അങ്ങനെ മാറിയിട്ടില്ല. എന്നാലും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ താഴെ വീഴും. അപ്പോൾ സിഗി വന്ന് പറയും, ഒരിക്കലും തോറ്റു കൊടുക്കരുത് എന്ന് പറഞ്ഞിങ്ങനെ പറയും. അപ്പോൾ സിഗിയോട് റോളോ നല്ല ദേഷ്യത്തിൽ, ഞാൻ തോറ്റാലും ജയിച്ചാലും നിനക്കെന്താണ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ സിഗിയും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒരു കോടാലി എടുത്ത് അവിടെ വച്ചിട്ട് അങ്ങനെ പോകും. ഇവിടെ ബിയാൺ ഇങ്ങനെ പൂർവ്വൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയും, എനിക്ക് മര്യാദയാണ് വേണ്ടത് എന്ന്. ഞാൻ നിനക്ക് മര്യാദ തരുന്നില്ല എന്നാണോ നീ പറയുന്നത്? ഞാൻ നിന്നെ ആരാധിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ആരാധനയൊന്നും വേണ്ട. എൻ്റെ ഇതുവരെയുള്ള ജീവിതം ഒരു അടിമയായിരുന്നു. എനിക്ക് പോരാടണം എന്ന് പറയും. നീ എൻ്റെ കൂടെ പോരാടി എന്ന് പറയും. ഞാൻ നിൻ്റെ കൂടെ പോരാടണോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിഗി ഇങ്ങനെ പോകുമ്പോൾ സിഗിയുടെ അടുത്ത് വന്ന് കിങ് ഹോറിക്ക് ചോദിക്കും, നീ ഒരിക്കൽ റാഗ്നറിൻ്റെ ബലഹീനത എന്താണെന്ന് എന്നോട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവൾ പറയും, അപ്പോൾ നിങ്ങളല്ലേ വേണ്ട എന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ എനിക്കിപ്പോൾ ആവശ്യമാണ്. അപ്പോൾ സിഗി, റാഗ്നറിൻ്റെ ബലഹീനത അദ്ദേഹത്തിൻ്റെ ചെറിയ മക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ കിങ് ഹോർക്ക്, ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ ഏളിൻ്റെ ഹാളിലേക്ക് പോകണം. അവിടെയുള്ള റാഗ്നറിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും കൊല്ലണം എന്ന് പറയും. അപ്പോൾ തിരിച്ചെനിക്ക് എന്ത് തരും? ഞാൻ നിന്നെ വിവാഹം ചെയ്യാം. ഗുണ്ടഹില്ലിൽ മാത്രമേ എനിക്ക് നിലവിൽ ഭാര്യയുള്ളൂ. വീണ്ടും ഒന്നുകൂടിയാവാം. ഞാൻ നിന്നെ റാണിയാക്കാം. ഒരിക്കൽ കൂടെ നിനക്ക് ഇവിടം ഭരിക്കാമെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് കിങ് ഹോറിക്ക് ഒരു കത്തി കൊടുക്കും. അതിനുശേഷം ആരുമില്ലാത്തൊരു വനത്തിനുള്ളിൽ വെച്ച് പൂർവ്വനും ബിയാണും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യപ്പിണക്കമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാവും. പിന്നെ അവസാനം 2 പേരും കൂടെ അങ്ങനെ റൊമാൻറ്റിക് ആവും. ഇതെല്ലാം ദൂരത്തിൽ നിന്ന് ഫ്ലോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
എവിടെ കിങ് ഹോർക്ക് തൻ്റെ മോൻ എർലാൻഡറിന് ഒരു വാള് കാണിച്ചിട്ട് പറയും, ഇത് രാജാക്കന്മാരുടെ വാളാണ്, ദൈവങ്ങൾ അനുവദിച്ചാൽ ഒരിക്കൽ ഇത് നിനക്ക് അവകാശപ്പെടുമായിരിക്കും. ഇന്ന് നമ്മൾ അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ അധികാരത്തിനും നിലനിൽപ്പിനും ഭീഷണിയായ റാഗ്നർ ലോഥ്ബ്രോക്കിൻ്റെ മാന്ത്രിക വലയത്തിൽ നിന്ന് നമ്മൾ ഇന്ന് തകർക്കും. ദൈവങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്യുന്നു. ആ കുടുംബത്തിലെ ഒരു തരി ജീവൻ പോലും ബാക്കി വെക്കരുത്. അങ്ങനെ ബാക്കി വെച്ചാൽ ഒരിക്കൽ അവൻ വളർന്ന് വലുതായി വരും. അത് നമ്മുടെ നാശത്തിനായിരിക്കും. നിന്നെ ദൈവങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക, അവരുടെ വിധി നടപ്പിലാക്കുക എന്നുള്ളത് നിശ്ചയമായി. ഈ വാളിനും ഈ രാജ്യത്തിനും നിന്റെ അധികാരത്തിനായി ഞാൻ എൻ്റെ രാജ്യം നിനക്ക് തരാം എന്ന് പറയും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിയാതെ റാഗ്നർ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് ഒക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് ആത്ലിസ്റ്റിനോട് ചോദിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റാഗ്നർ ഇങ്ങനെ എല്ലാം പ്രാർത്ഥിക്കും, പക്ഷേ അവസാനം ആമീൻ എന്ന് മാത്രം പറയില്ല. ആത്ലിസ്റ്റിനും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും, പക്ഷേ റാഗ്നറിനെ കൊണ്ടാണെങ്കിൽ ആമീൻ എന്ന് മാത്രം പറയാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് കാത്തകെട്ടിൻ്റെ വേറൊരു ഭാഗത്ത് 2 കപ്പലുകൾ ഇങ്ങനെ വരും. അത് കിങ് ഹോർക്കിൻ്റെ ആളുകളാണ്. അതേ ദിവസം രാത്രിയിൽ തന്നെ റാഗ്നറിൻ്റെ കുട്ടികളെല്ലാവരും ഹാളിൽ വന്നിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. സിഗി ഇവിടെ കിങ് ഹോർക്കിൻ്റെ ഭാര്യ ഇങ്ങനെ കവചമൊക്കെ ഇട്ട് ഇങ്ങനെ സജ്ജമായിട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രിയിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിനായി കിങ് ഹോർക്ക് ആ 2 കപ്പലിലും വന്ന അദ്ദേഹത്തിൻ്റെ ആളുകളെ കാത്തകെട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. ഒരു ചില സൈനികരെയൊക്കെ കൊല്ലും. അപ്പം തന്നെ കാത്തകെട്ടിലെ ശബ്ദമൊക്കെ കേട്ട് ഇപ്പം അവിടെയുള്ള ജനങ്ങളെല്ലാവരും സജ്ജമാവും. ഇപ്പം കാത്തകെട്ടിലെ പൊതുജനങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ ഇവരെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും സംരക്ഷയോടുകൂടി വേറെ ഏതോ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഒളിഞ്ഞിരിക്കും. റോളോ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ ഇപ്പം അദ്ദേഹത്തെ തീർക്കാനേ കിങ് ഹോർക്കിൻ്റെ ഒരു ചില സൈനികരൊക്കെ ഇങ്ങനെ ഉള്ളിൽ വരും. അവരെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ഈ അവസ്ഥയിലും റോളോ സിഗി വെച്ചിട്ട് പോയ കോടാലിയെടുത്ത് ഒറ്റയ്ക്കടിക്കും. ഇപ്പോൾ ആത്ലിസ്റ്റിന് സജ്ജമായിട്ട് ഇങ്ങനെ കളത്തിലിറങ്ങി കിങ് ഹോർക്കിൻ്റെ ആളുകളെല്ലാവരും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഗാത്തയും ഉള്ളിൽ വരും. ഉള്ളിൽ വന്ന് ഇങ്ങനെ ഏളിൻ്റെ ഹാളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ പോയതും കിങ് ഹോർക്കിൻ്റെ ഭാര്യ നമ്മുടെ ലഗാത്തയെ അടിക്കാനായിട്ട് നോക്കും. ഇപ്പോൾ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാളും കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമുക്ക് തന്നെ അറിയാം ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ സിംഗപ്പെണ്ണ് ലഗാത്ത തന്നെ കിങ് ഹോർക്കിൻ്റെ ഭാര്യയെ അങ്ങനെ വാളും കൊണ്ട് വെട്ടിക്കൊല്ലും. കിങ് ഹോർക്കിനാണെങ്കിൽ കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ലഗാത്ത വന്ന് ഇങ്ങനെ നോക്കും. ഇപ്പോൾ ഒരു സൈനികൻ വന്ന് ലഗാത്തയോട് പറയും, നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. ഇത് റാഗ്നർ ലോഥ്ബ്രോക്കിൻ്റെ ഉത്തരവാണെന്ന് പറയും. അതായത് കിങ് ഹോർക്കിൻ്റെ കുട്ടികളെ എല്ലാവരും ഇപ്പോൾ കൊല്ലാനായിട്ട് പോവാണ്. പക്ഷേ ലഗാത്തയ്ക്കാണെങ്കിൽ ഇതിൽ ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല. ലഗാത്ത അങ്ങനെ പോകും. ബിയാൻ രാത്രിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നാലെ തന്നെ ഫ്ലോക്കിയും ഉണ്ട്. ബിയാൻ കാണാതെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോക്കി ബിയാനെ തീർക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടെ ബിയാനെ അടിക്കാനായിട്ട് വേറൊരു സൈനികൻ വരും. അപ്പോൾ തന്നെ ബിയാൻ ആ സൈനികനെ തീർക്കും. അപ്പോൾ തന്നെ ബിയാൻ, ഫ്ലോക്കി നീ എവിടെ ആയിരുന്നു? ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിയാൻ, ഞാൻ നിന്റെ അച്ഛന് വാക്ക് കൊടുത്തതല്ലേ എന്ന് പറഞ്ഞ് ഇവർ 2 പേരും കൂടെ സംസാരിച്ചിട്ട് ഇങ്ങനെ പോകും. പിന്നെ കിങ് ഹോർക്ക് എർലൻഡർ പിന്നെ കുറച്ച് സൈനികരോടുകൂടി ഏളിൻ്റെ ഹാളിലേക്ക് പോകും. ഉള്ളിൽ പോയി നോക്കിയതും ഒരാൾ കമ്പിളി പുതപ്പെട്ട് മൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം കിങ് ഹോർക്ക് ഇങ്ങനെ വിളിക്കും, റാഗ്നർ ലോഥ്ബ്രോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കും. അപ്പോൾ ആ കമ്പിളി പുതപ്പെട്ട് മൂടിയ ആൾ ഇങ്ങനെ മെല്ലെ തിരിഞ്ഞതും ഇവർക്കെല്ലാവർക്കും ഒരേ ഞെട്ടൽ. ഇത് വേറെ ആരുമല്ല, ഇതിനു മുൻപ് കൂന് കഴിച്ച് മരിച്ചു പോയില്ലേ, ആ നമ്മുടെ ട്രോസ്റ്റിനാണ്. ഇപ്പം എങ്ങനെയാണ് മരിച്ചുപോയ ആൾ ജീവനോടുകൂടി വന്നത് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഏളിൻ്റെ ഹാളിലേക്ക് ലഗാത്ത ഇങ്ങനെ വരും. ഇങ്ങനെ മെല്ലെ ഫ്ലോക്കിയും ഇങ്ങനെ നടന്നു വരും. ഇപ്പോൾ ഇത് കാണുന്ന കിങ് ഹോർക്ക് ഇങ്ങനെ ഞെട്ടിയിട്ട് ചോദിക്കും, നീ ചതിച്ചത് ദൈവങ്ങളെയാണ്. അല്ല കിങ് ഹോർക്ക്, ഞാൻ നമ്മളെ മാത്രമാണ് ചതിച്ചത്. ദൈവങ്ങൾക്കും റാഗ്നറിനും ഞാൻ വിശ്വസ്തൻ തന്നെയായിരുന്നു. ഫ്ലോക്കിയുടെ പിന്നാലെ കൂടെ റാഗ്നർ ഇങ്ങനെ മെല്ലെ നടന്നു വരും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ഫ്ലോക്കി ഒരു ദ്രോഹിയാണെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഫ്ലോക്കി ഒരു ദ്രോഹിയൊന്നുമല്ല. അദ്ദേഹം റാഗ്നറിന് വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇരുന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും റാഗ്നറിനോട് പറഞ്ഞിട്ടുണ്ടാവും. ശരിക്കും ഇതെല്ലാം റാഗ്നറിൻ്റെ ഒരു കുതന്ത്രമാണ്. ഇപ്പോൾ കിങ് ഹോർക്ക് ഒരേ നെട്ടലോടുകൂടി റാഗ്നറിനോട് ചോദിക്കും, എന്നോട് ദയവ് കാണിച്ച് എൻ്റെ മകനെ മാത്രം വെറുതെ വിട് എന്ന് പറയും. എന്നിട്ടൊരു കത്തിയെടുത്ത് റാഗ്നറിനെ നോക്കി വരും. അപ്പം തന്നെ ലഗാത്ത, ബിയാൻ, ട്രോസ്റ്റൻ ഇവരെല്ലാവരും മാറി മാറി കിങ് ഹോർക്കിനെ വാളും കൊണ്ട് കുത്തും. കിങ് ഹോർക്ക് ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുമ്പോൾ സിഗി ഇങ്ങനെ നടന്നു വരും. റാഗ്നറിൻ്റെ കുട്ടികളെ കൊല്ലാൻ വേണ്ടി കൊടുത്ത കത്തി സിഗി ഇങ്ങനെ റാഗ്നറിൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഏളിൻ്റെ ഹാളിൽ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകും. ഇപ്പോൾ അവിടെ റാഗ്നർ, എർലാൻഡർ പിന്നെ വേറൊരു സൈനികനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സിഗി കൊടുത്തിട്ട് പോയ കത്തിയും കൊണ്ട് റാഗ്നർ കിങ് ഹോർക്കിനിട്ട് നല്ല കുത്തുകുത്തും. ഇതൊക്കെ എർലൻഡർ ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവൻ്റെ മനസ്സൊക്കെ ഇപ്പോൾ നന്നായിട്ട് വേദനിച്ച് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ എർലൻഡറിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും. ഇപ്പോൾ റാഗ്നർ ഒരു വെറിയെടുത്ത പോലെ റാഗ്നറിൻ്റെ തല കൊണ്ട് തന്നെ കിങ് ഹോർക്കിൻ്റെ തലയിട്ട് നല്ല അടിക്കും. ചോരയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തെറിച്ചുകൊണ്ടിരിക്കുന്നു. റാഗ്നറിന് ഒരുമാതിരി വെറിയെടുത്ത പോലെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കിങ് ഹോർക്കിൻ്റെ കാര്യം അതോടുകൂടി തീർന്നു. ഇപ്പോൾ ബിയാൻ ഏളിൻ്റെ ഹാളിലെ ഒരു അറയ്ക്കുള്ളിലോട്ട് പോകും. അവിടെ പോയതും കിങ് ഹോർക്കിൻ്റെ
മക്കളെയും കുട്ടികളെയും എല്ലാവരും ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ടാവും. ഒരു മേശയുടെ മുകളിൽ പോയി നോക്കിയതും അവിടെ ഒരു വാളുണ്ട്. ആ രാജാക്കന്മാരുടെ വാളില് അത് തന്നെ ഇവിടെ റാഗ്നറും കിങ് ഹോറിക്കിനെ കൊന്നു കഴിഞ്ഞല്ലോ. ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് ശേഷം റാഗ്നർ ഒരു വലിയ മലയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ റാഗ്നറിന്റെ കയ്യിൽ കിങ് ഹോറിക്കിന്റെ രാജ്യവുമുണ്ട്, പിന്നെ ആ രാജാക്കന്മാരുടെ വാളും ഉണ്ട്. ഇതിനുശേഷം കിങ് എഗ്ബത്ത് പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ റാഗ്നർ ലോത്ബ്രോക്കിന് മണ്ണ് കൊടുക്കുമോ ഇല്ലയോ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റാഗ്നർ അത് വെച്ച് അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം അറിയണമെങ്കിൽ സീസൺ 3 കാണണം. ഇവിടെ വെച്ച് സീസൺ 2 അവസാനത്തെ എപ്പിസോഡും കഴിയുന്നു. ഈ വൈക്കിങ്സ് എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡമായിട്ടുള്ള വെബ് സീരീസ് ഞാൻ മലയാളത്തിൽ വിശദീകരിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രയ്ക്ക് വ്യൂവേഴ്സ് ഒന്നും കിട്ടുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സുഹൃത്തുക്കളിലെ ആരൊക്കെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. സീസൺ 2 വേണമെന്ന് പറഞ്ഞ് ഒരു സുഹൃത്തെങ്കിലും കമൻറ്റ് ചെയ്താൽ അതെനിക്കൊരു വലിയൊരു പ്രചോദനമായിരിക്കും. ആ ഒരാൾക്ക് വേണ്ടി ഞാൻ സീസൺ 3 മുഴുവനായിട്ട് ചെയ്യാം. നമ്മുടെ ഈ വീഡിയോ ഇതുവരെ മുഴുവനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി.